ഉറക്കെ പറഞ്ഞില്ലെങ്കിലും പതുക്കെങ്കിലും ആമീൻ പറയണം കേട്ടോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും നീട്ടിപ്പരത്താതെ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സമയം ദീർഘിച്ചു പോയി. 7 മണിക്ക് പ്രഭാഷണം വെച്ചിട്ട് 9 മണിക്കാണ്. കാലാവസ്ഥയും ഇവിടുത്തെ സാഹചര്യവും കണക്കിലെടുത്ത് 9 മണിക്ക് പരിപാടി തുടങ്ങുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് 7 മണി എന്നുള്ളത് സംഘാടകർ വെച്ചതാണ്. സംഘാടകർ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തു. അതല്ലാതെ ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടതോ അല്ല. ഇനി 7 മണി എന്നും പറഞ്ഞ് പിടിച്ചിട്ട് അതിൻ്റെ പേരിലൊരു ചർച്ച ഉണ്ടാകണ്ട. അതിനുവേണ്ടി ജാമ്യമായി എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിക മാനദണ്ഡം എന്താണ്? 2 ദിവസം ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ മുന്നിൽ, 2-3 ദിവസം കൊണ്ട് നമുക്ക് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായി പറയാൻ കഴിയില്ല, ഭാഗികമായിട്ട് എങ്കിലും മർമ്മപ്രധാനമായ ഭാഗങ്ങളൊക്കെ എടുത്ത് ടച്ച് ചെയ്തുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്ത് ദുആ ചെയ്ത് പിരിയാം. അതുകൊണ്ട് 2 ദിവസം നിർബന്ധമായി നിങ്ങൾ വരണം ഇൻഷാ അള്ളാഹ്. ഓരോ കുടുംബക്കാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇസ്ലാമിക ജീവിത വ്യവസ്ഥ എന്തെന്ന് മനസ്സിലാകാതെ പഠിക്കാതെ അവൻ കല്യാണം കഴിക്കാൻ പോയതാണ്. കുടുംബത്തിലാകെ പ്രശ്നങ്ങളും ഭാര്യയോടുള്ള ഉത്തരവാദിത്തം മനസ്സിലാകാതെ വന്നതും ഭാര്യയോടുള്ള ഉത്തരവാദിത്ത കുറവും ഇത്യാദി കാര്യങ്ങളുടെ പേരിൽ ആകെ പ്രശ്നങ്ങൾ കൊണ്ട്, സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ട്, വേവലാതിയും ആവലാതിയും കൊണ്ട് അവൻ നെടുവീർപ്പിറക്കുമ്പോൾ ബഹുമാനമുള്ളവരെ, പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്യാദി കാര്യങ്ങൾ ഇസ്ലാമിന്റെ വീക്ഷണം എന്താണ് എന്നത് മനസ്സിലാക്കിയിരിക്കുക. ഇനി വിവാഹം കഴിച്ചവരിൽ എന്ത് ചെയ്യണം? വിവാഹം കഴിച്ചവർ അവരുടെ ഭാര്യമാരോടുള്ള കടപ്പാടറിയണം. ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടറിയണം. ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സന്താന പരമ്പരകൾ ഈ ദുനിയാവിലും പ്രത്യുത ആഖിറത്തിലും നിങ്ങൾക്ക് ഗുണമുള്ള സന്താനങ്ങളാക്കി മാറ്റണം. അതിന് ഇസ്ലാം നമുക്ക് കൽപ്പിക്കുന്ന കൽപ്പന എന്താണ് എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മുടെ കല്യാണമേ ഇങ്ങനെ നടന്നു, ഇനി നമ്മുടെ സന്താനങ്ങളെയെങ്കിലും ഈ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന ആഗ്രഹവും ആവേശവും ഈ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ എന്റെ പ്രഭാഷണം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ കൊണ്ട് കൊടുത്ത് കുറെ ശാപ്പാട് പഠിച്ച് അവിടെ പെണ്ണിന്റെ മോന്ത നോക്കിയിട്ട് കൊള്ളാം, ചിലപ്പോ നോക്കും കൊള്ളൂല, ഓ അവന് യോജിച്ചതാണ്, ഓ അത് പറ്റാത്തതാണ്, അവന് വണ്ണം കൂടുതൽ, അവക്കിത്തിരി വണ്ണം കുറവ്, ഇവക്കിത്തിരി വണ്ണം കൂടുതൽ, അവൻ സ്ലിം, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു പോകുന്നതല്ലാതെ എന്താണ് വിവാഹം, എന്താണ് കല്യാണം, ആർക്കാണ് ഇത് യോജിച്ച കുഫു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്യാദി കാര്യങ്ങളൊന്നും നമ്മുടെ ഉമ്മത്തിന് അറിയില്ല. നമ്മുടെ ഉമ്മത്ത് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഇങ്ങനെ ചെയ്ത് കാലങ്ങളും ദിനങ്ങളും സ്റ്റേജുകളും മൈക്കുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മത്ത് ഇവിടെ പിഴച്ചുകൊണ്ടിരിക്കുന്നു, വഴിപിഴച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകളുടെ കമ്മിറ്റി ഓഫീസുകൾ തുറന്നു നോക്കിയാൽ എത്ര തലാഖിന്റെ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. കോടതിയുടെ വളപ്പിൽ പോയി നിങ്ങൾ നിന്ന് നോക്കി, കോടതിയിൽ പരിശോധിച്ചു നോക്കിയാലും തലയിൽ തട്ടമിട്ട പരദ ധരിച്ച ഫുൾ കൈ ധരിച്ച മുസ്ലിം സഹോദരിമാർ ഡിവോഴ്സിന് വേണ്ടി, അതായത് കുടുംബ ജീവിതം ഒഴിവാക്കാൻ വേണ്ടി, തലാഖിന് വേണ്ടി, കേസിന് വാദിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്ന ദാരുണമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 70% വിവാഹമോചനത്തിന് വേണ്ടി കോടതിയിൽ കാത്തുകിടക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരാണ്. അതേപോലെ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ, സ്ത്രീ പീഡനത്തിന്റെ പേരിൽ, സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഭാര്യ ഒരു ധ്രുവത്തിൽ, ഭർത്താവ് ഒരു ധ്രുവത്തിൽ, അവർക്കുണ്ടായ സന്താനങ്ങൾ വഴിയാധാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ച് ഉപ്പ, ഉമ്മിച്ചി, ഉപ്പിച്ചി എന്നൊക്കെ നിലവിളിച്ച് നടക്കുന്നു. ഉപ്പയെയും ഉമ്മയെയും ഒരേ കുടക്കീഴിൽ കാണാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ത് എന്ന് മുസ്ലിം സമുദായം മനസ്സിലാക്കണം. കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബിരിയാണി അടിച്ചിട്ട് ചെറുക്കന്റെയും പെണ്ണിന്റെയും കൈക്ക് പിടിച്ച് ആശംസിച്ച് ഇറങ്ങി വരല്ലതല്ല കല്യാണം. കല്യാണത്തിന് മുമ്പേ, പെണ്ണ് കാണുന്നതിന് മുമ്പേ, ആലോചിക്കുന്നതിന് മുമ്പേ, ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ നീ മുതിർന്ന വ്യക്തികളുമായി, ഇതുമായി ബന്ധപ്പെട്ട പരിചയ സമ്പന്നരുമായി, ആലിമീങ്ങളുമായി, മുത്തഖീങ്ങളുമായി, സ്വാലിഹീങ്ങളുമായി നിനക്കൊരു മുഷാവറ, ഒരു ആലോചന നിനക്ക് അത്യന്താപേക്ഷിതമാണ്. അതല്ലാതെ ചുമ്മാ കുറെ വീട്, കുറെ സമ്പത്ത്, കുറെ സ്വർണം, ഒരു വണ്ടി, പെണ്ണിന്റെ മോന്ത, ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് മയങ്ങി അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കലല്ല വേണ്ടത്. ഇസ്ലാം പെണ്ണ് കാണുന്ന ചടങ്ങ് മുതൽ പ്രസവിച്ച് കുഞ്ഞിനെ എത്ര വർഷം വരെ പോറ്റണമെന്നും ആ കുട്ടിയോടുള്ള ഉത്തരവാദിത്വം എന്തെന്ന് പറയാൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു. അത് പഠിക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിം സമുദായത്തിന്റെയും ഉത്തരവാദിത്തമാണ്, ഫർള് ഐനായ കാര്യമാണ്, പഠിക്കണം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ നമുക്ക് ചർച്ച ചെയ്യാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിവാഹം കഴിക്കാൻ കപ്പാസിറ്റിയും പ്രാപ്തിയും ആരോഗ്യവും കഴിവുമുള്ളവൻ അവൻ വിവാഹം കഴിക്കുക തന്നെ വേണം. അതാണ് ആദ്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കല്യാണം കഴിക്കാതെ ഇങ്ങനെ മുതുമുത്തച്ഛൻ ആവുന്നത് വരെ ഇങ്ങനെ അങ്ങോട്ട് നടക്കും, കല്യാണം കഴിക്കൂല. എന്തേ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചാൽ സമയമില്ല, ജോലി കിട്ടട്ടെ. 35 വയസ്സായവനാണ് ചോദിക്കുന്നത് വിവാഹം കഴിക്കാത്ത എന്ത്, സമയമായിട്ടില്ല. എപ്പോഴാ ഇനി സമയാവുക? അവന്റെ നട്ടലിൽ തുരുമ്പ് കയറുമ്പോഴായിരിക്കും ഇനി സമയാവുക. ഇനി എപ്പോഴാ സമയാവുന്നത്? ഒരു പെണ്ണിനെ പോറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് കാശിട്ട് വാരി കൊടുക്കലാണോ അതിന്റെ അർത്ഥം? ഇന്നത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളം പെണ്ണിനെ സംരക്ഷിക്കാനും പെണ്ണിന് ജീവനാംശം നൽകാനും പെണ്ണിന്റെ വാപ്പ തന്നെയാണ് നിനക്ക് പൈസ തരുന്നത്. പിന്നെന്തേ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് പെണ്ണ് കെട്ടാൻ? നേരത്തെയൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മഹർ മഹർ. ഇപ്പൊ മഹർ പേരിന് എത്ര മഹർ എന്ന് ചോദിച്ചാല് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോ. നമ്മടുത്ത് പറയാ എത്ര മോനെ മഹർ, അത് ഉസ്താദിന്റെ ഇഷ്ടത്തിന് പറ. അപ്പൊ ഞാൻ പറയും ഞങ്ങൾ പെണ്ണ് കെട്ടിയതാ, ഇനിയിപ്പോ ഞാൻ എന്റെ ഇഷ്ടത്തിന് മഹർ പറഞ്ഞാൽ നീ കെട്ടാൻ വന്ന കൊച്ചിനെ ഞാൻ കെട്ടേണ്ടി വരും. കാരണം നീയല്ലേ മഹർ പറയേണ്ടത്. അപ്പൊ മഹർ പറയാനെടുക്കാനോ അതിന് പോലും കപ്പാസിറ്റിയും കഴിവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹർ കൊടുക്കുന്നത് ആരാ? പെണ്ണിന്റെ വാപ്പയാണ്. കാലം തിരിഞ്ഞു പോയി. അതിന് അച്ചാരോ എന്ന് പറഞ്ഞ് ബാഗിനകത്ത് കുറച്ച് പൈസ എല്ലാം കൊണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഉസ്താദന്മാരെ ഇരുത്തി അതും ഒരു സാക്ഷി അൽ ഫാത്തിഹ അച്ചാരം. എന്നിട്ട് ഈ പൈസ എടുത്തുകൊണ്ടുപോയി താലി വാങ്ങി മഹർ വാങ്ങി പെണ്ണിന്റെ കഴുത്തി കൊണ്ടുപോയി കെട്ടുക. അപ്പൊ ഇവന് ഒരു വീടുണ്ടോ? ഇവനൊരു സ്ഥാനമുണ്ടോ? ഇവന് സമ്പാദിക്കാൻ വല്ല പൈസ ഉണ്ടോ? ഇവന് ഈ പെണ്ണിനെ പോറ്റാൻ വല്ല കഴിയോ? ഒന്നും കഴിയില്ല. ഇവനാണ് ഈ പെണ്ണിന്റെ തന്ത കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കല്യാണ ചെലവ്, അതിന്റെ പേര് കല്യാണ ചെലവ്. അങ്ങോട്ട് ഒരു ബാഗില് അതിനകത്ത് ഉസ്താദന്മാരെ സാക്ഷി. കാരണം ഇടി കിട്ടണ്ടായ നാളെ. കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട, കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടണ്ട. അല്ലെങ്കിൽ നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഒരു പെണ്ണിനെ കെട്ടുന്നതിന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനദണ്ഡം എന്നത് മനസ്സിലാക്ക്. നീ വാരിക്കോരിയൊന്നും കൊടുക്കുകയൊന്നും വേണ്ട ഒരു പെണ്ണിനെ കെട്ടാൻ. ബഹുമാനപ്പെട്ട പ്രവാചകൻ ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ അള്ളാന്റെ റസൂല് തയ്യാറായെങ്കിൽ, സമുദായമേ ഇന്ന് നമ്മൾ എത്ര പൈസയാണ് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഒരു സഹോദരന്റെയോ ഒരു സഹോദരിയുടെയോ ഒരു ദിവസത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഒരു ദിവസത്തെ അവരുടെ വ്യയത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ, ദുർവ്യയത്തെ കുറിച്ചൊന്ന് പഠിച്ചാൽ എത്ര രൂപയാണ് ഒരു ദിവസം അവർ ദുർവ്യയം ചെയ്യുന്നത്. ഇങ്ങനെ കണക്ക് കൂട്ടുവിൻ സഹോദര. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ 2 മൊബൈലോ അതല്ലെങ്കിൽ ഡുവൽ സിം ഉള്ള മൊബൈലും ഉണ്ടെങ്കിൽ, 2 മൊബൈലും ഉണ്ടെങ്കിൽ മാസങ്ങളോളം 100 കണക്കിന് രൂപ അവൻ മൊബൈൽ റീചാർജിന് വേണ്ടി വേണം. അങ്ങനെ 10ാം ക്ലാസ് മുതൽ അവൻ വീണ്ടും 10 വർഷം കൂടെ പഠിച്ച് അവൻ 10-28 വയസ്സാകുന്നത് വരെ അവന്റെ അനാവശ്യമായ ചെലവ് ദൂർത്ത് പരിശോധിച്ചു നോക്കിയാൽ 10,000 ലക്ഷക്കണക്കിന് രൂപയാണ്. അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച്. ചെറ്റക്കുടലിൽ കിടക്കുന്ന സഹോദരന്റെയോ സഹോദരിയുടെ വീട്ടിൽ പോയാൽ ആണിനും അവിടുത്തെ ആളിനും എണ്ണത്തിനനുസരിച്ചല്ലേ മൊബൈല്. തലയിലൊരു മൊബൈല്, അടുക്കളയിലൊരു മൊബൈല്, ബെഡ്റൂമിലൊരു മൊബൈല്, സിറ്റ് ഔട്ടിലൊരു മൊബൈല്, നടക്കുമ്പോ മൊബൈല്, ബാത്റൂമില് മൊബൈല്. വീടോ ചോരുന്ന വീട്, ചെറ്റക്കുടല്. ഇവർക്ക് പൈസ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഏത് പെട്ടിക്കടയിൽ പോയാലും ഏത് മൊബൈൽ കമ്പനിക്കാരന്റെയും റീചാർജ് കൂപ്പൺ സുലഭമായി ലഭിക്കുന്നു. പണ്ട് എവിടെയോ പോണം ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ, കോൾ ഇങ്ങോട്ട് വന്നാലും കാശ്, അങ്ങോട്ട് വന്നാലും കാശ്. ഇപ്പോ മിനിറ്റിന് സെക്കൻഡിന് 1 പൈസ ആയ ഈ കാലഘട്ടത്തിൽ കണക്ക് കൂട്ടി നോക്കി വെറുതെ ഒരു പെണ്ണിനെ വിളിച്ച് സ്വറ പറയുന്നതിനും സംസാരിക്കുന്നതിനും വെറുതെ രസാനുഭൂതിയിൽ പങ്കെടുക്കുന്നതിനും 10ാം ക്ലാസിന്റെ പടിവാതിൽക്കൽ കാലി ചവിട്ടിയ ചെറുപ്പക്കാരൻ മുതൽ സഹോദരിമാരടക്കം ുള്ളവർ കണക്ക് കൂട്ടി നോക്കട്ടെ എത്ര പൈസയാണ് ദുർവ്യയം ചെയ്ത് കളയുന്നത്. എന്നിട്ട് കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ സമയമായിട്ടില്ല, പൈസ ഇല്ല, സമയമായിട്ടില്ല, പൈസ ഇല്ല. ഏറ്റവും വലിയ തെറ്റ്. നാളെ അള്ളാന്റെ മുന്നിൽ സമാധാനം പറയണം ഈ പൈസക്കൊക്കെ. അനാവശ്യമായി നിങ്ങൾ ചെലവ് ചെയ്യുന്ന ഈ പൈസയുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ സംസാരം കേൾക്കാൻ, അവളുടെ കൊഞ്ചല് കേൾക്കാൻ നീ ചെലവ് ചെയ്യുന്ന ഈ പൈസയുണ്ടല്ലോ, ഈ പൈസക്കെല്ലാം നീ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. പറയാതെ കണ്ട് ആദമിന്റെ മോനെ നിന്റെ ഒരു കാല് പോലും ചലിപ്പിക്കാൻ കഴിയില്ല.
ദുനിയാവില് വാപ്പ കാണാതെ ഫോൺ വിളിക്കും, ഉമ്മ കാണാതെ ഫോൺ വിളിക്കും, പെണ്ണുങ്ങളും ഉമ്മയും വാപ്പായും കാണാതെ ഫോൺ വിളിക്കും. സൈലന്റിലിട്ട് ബെഡ്റൂമിൽ ലൈറ്റ് അണച്ചിട്ട് രഹസ്യമായി ഇയർഫോൺ വെച്ച് സംസാരിക്കും. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ അന്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും പരസ്യങ്ങളും നീ പതുക്കെ പറയുന്നതും ഉറക്കെ പറയുന്നതും രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും ഒളിച്ചു പറയുന്നതും പരസ്യമായിട്ട് പറയുന്നതും ഇരുട്ടത്ത് പറയുന്നതും മുറിയിൽ കതവടച്ചിട്ട് പറയുന്നതും എല്ലാം അറിയുന്ന തമ്പുരാൻ അവൻ കേൾക്കുന്നുണ്ട്. അവൻ 2 മലക്കുകളെ നിന്റെ മേൽ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ മുഴുവനും എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിന്റെ ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും ഓരോ സംസാരങ്ങളും റഖീബ് അതീദ് എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ മറച്ചു വെച്ച് രഹസ്യമായ ഒരു സംഭാഷണം പോലും പെണ്ണെ ചെറുക്ക നിനക്ക് നടത്താൻ കഴിയില്ല. നാളെ ഖിയാമത്തിന്റെ മഹ്ശറ വൻസഭയെ നീ വിശ്വസിക്കുന്ന ഒരു മോമിനാണെങ്കിൽ ജനകോടികളുടെ മുന്നിൽ അവിടെ വെച്ച് ഇതിനെല്ലാം നീ സമാധാനം പറയേണ്ടി വരും. പറയാതെ ആദമിന്റെ മോനെ ലാ തസൂലു ഖദമ ബിനി ആദം, ആദമിന്റെ മോനെ നിന്റെ കാലിന്റെ പാദം അങ്ങോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിലാക്കിക്കോ, തൗബ ചെയ്തോ. അതുകൊണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ നടക്കല്ലേ. സമയമാകുമ്പോ കല്യാണം കഴിച്ചോ. ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ കാന മൂസിറൻ ഫലം യൻകിഹ് ഫലൈസ മിന്നാ. വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടായിട്ട് വിവാഹം കഴിക്കാത്തവൻ അവൻ എന്റെ മില്ലത്തിൽ പെട്ടവനല്ല, എന്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് സയ്യിദുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിട്ട് കഴിക്കാത്തവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽ പെടാത്തവൻ പിന്നെ അവസ്ഥ എന്താ? അബൂജഹലിന്റെ ഉത്ബത്തിന്റെ ശൈബത്തിന്റെ കൂട്ടത്തിൽ നരകത്തിൽ പോകേണ്ടി വരും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ജോലി കിട്ടാം പ്രതീക്ഷിച്ച് നിൽക്കണ്ട. സമയായോ കല്യാണം കഴിക്ക്. സമയമൊക്കെ പറയുന്നുണ്ട്, എപ്പോഴാ സമയം? അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത് അങ്ങോട്ട് വരട്ടെ വിഷയം. നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. അത് ആ സമയം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞ സമയത്തൊക്കെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഒരു മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം ഉണ്ടാവുകയില്ല. ഒരു ലവ് ജിഹാദും അല്ലാത്ത ജിഹാദും ഒന്നും ലോകത്തുണ്ടാവുകയില്ല. ഓരോന്നിനും പണ്ടൊക്കെ പ്രണയം പണ്ടേ തുടങ്ങിയതാ. പക്ഷെ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഈ പ്രണയത്തിന് ഇത്രയ്ക്കും സ്നേഹം കൂടിയത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടിയത്. ലവിന് ഇൻട്രസ്റ്റ് കൂടുതൽ ഇപ്പോഴും. അതിനങ്ങനായിരിക്കും ലവ് ജിഹാദ് എന്ന് പേരിട്ടേക്കണത്. കണക്ക് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം സമുദായത്തിന്റെ പെൺകുട്ടികളാണ് അമുസ്ലിമീങ്ങളുമായിട്ട് കൂടുതൽ ഓടിയത്. പക്ഷെ പേര് നമുക്കിരുന്നോട്ടെ, പേര് നമുക്കാണ്. കണക്ക് പരിശോധിച്ചാൽ മൊത്തം അങ്ങനെയാണ്. അമ്പലപ്പുഴയിലത്തെ ആത്മഹത്യ അടക്കമുള്ള കോളേജിലെ ചരിത്രങ്ങൾ മുഴുവൻ മാധ്യമ പടകൾ എഴുതിവിട്ട കള്ളത്തരവും നുണക്കഥകളും മാത്രമാണിത്. ഓരോ രജിസ്റ്റർ ഓഫീസിൽ നിങ്ങളൊന്ന് പോയി നോക്കി. ഇപ്പൊ ഫോട്ടോ അടക്കം ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഫോട്ടോ അടക്കം ഒട്ടിച്ചു വെക്കുമ്പോൾ കൂടുതലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തലയിൽ തട്ടമിട്ട സബീന, തലയിൽ തട്ടമിട്ട സലീന, തലയിൽ തട്ടമിട്ട ഷഫീന. നിന്നോടൊപ്പം ഇരിക്കുന്നത് ഒരു ശ്രീകൃഷ്ണനോ, അതല്ലെങ്കിൽ ഒരു ശശിയോ, അതല്ലെങ്കിൽ ഒരു ബേബിയോ, അതല്ലെങ്കിൽ ഒരു ജോർജോ, അതല്ലെങ്കിൽ ഒരു ജോസഫോ ആണ് കൂട്ടത്തിലിരിക്കുന്നത്. എന്താ യോജിച്ചു വരുമോ? നമുക്ക് ഇതിന്റെ പേര് കുഫു എന്ന് പറയാൻ പറ്റുമോ? കുഫു എന്ന് പറയാൻ പറ്റുമോ? കാരണം തലയിൽ തട്ടവിട്ട് ഫോട്ടോ പണ്ട് എടുത്തതാ, SLCക്കകത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തതാ. ആ ഫോട്ടോ വേണമെന്നാ ഇപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പറയുന്നത്. അപ്പൊ അത് തന്നെ എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഏതെങ്കിലും സ്വന്തക്കാര് രജിസ്റ്റർ ഓഫീസിൽ പോയി നോക്കിയാല് കാണുന്നത് മുസ്ലിം സഹോദരിമാരോടൊപ്പം ഇരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ്. പേരോ നമുക്ക് ലവ് ജിഹാദ്. നമ്മളവിടെ ആകപ്പാട് ജിഹാദ് അളക്കുന്നതെന്നാണ്. പ്രണയം അത് ഒരു ഭാഗമാണ്. അതിന് മതത്തിന്റെ മുനമ്പ് നൽകിക്കൊണ്ട്, മതത്തിന്റെ പേര് നൽകിക്കൊണ്ട് അതിനെ സമുദായത്തിനുള്ളിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു മതക്കാരന് ശ്രമിക്കണ്ട. അതേ നമുക്ക് പറയാനുള്ളൂ. ഹിന്ദുവിന്റെ പെണ്ണിനെ മുസ്ലിം ചെറുക്കൻ സ്നേഹിക്കുന്നു, മുസ്ലിമിന്റെ പെണ്ണിനെ ഹിന്ദു സ്നേഹിക്കുന്നു. അത് ഇസം വെച്ചിട്ടല്ല, അത് പ്രണയമാണത്. അതൊരു സ്നേഹമാണ്. അവിടെ ഇസം ഒന്നും നോക്കാറില്ല ആരും. കെട്ടി 5-6 മക്കളുള്ള പെണ്ണിനെ കിളവൻ സ്നേഹിക്കുന്നു, കിളവിയെ കിളവൻ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നു. ദുനിയാവ് അതിനകത്ത് ഇസമല്ലല്ലോ അത്. അതുകൊണ്ട് ഐക്യവും സാഹോദര്യവും നിലനിന്നു പോകുന്ന നമ്മുടെ കേരളത്തിൽ, സാംസ്കാരിക ബോധമുള്ള നമ്മുടെ കേരളത്തിൽ
ഭൗതിക പ്രതിബദ്ധതയുള്ള നമ്മുടെ കേരളത്തിലെ ഈ സമുദായത്തെ നമ്മൾ തമ്മിലടിക്കാതെ ഐക്യത്തോടു കൂടി വളരാൻ വേണ്ടി പരിശ്രമിക്കും. അതിനുവേണ്ടി പ്രചോദനം നൽകുവിൻ. അതിനുവേണ്ടി കുട്ടികളെയും ക്യാമ്പസുകളെയും കോളേജുകളെയും ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്, സമാധാനവും ഐക്യവും സാഹോദര്യവും. അതുകൊണ്ട് ബഹുമാനമുള്ളവരെ, വിവാഹം കഴിച്ചോളിയും പെട്ടെന്ന്. ഈ പെട്ടെന്നൊക്കെ നബിതങ്ങൾ പറഞ്ഞ സമയത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ ലവ് ജിഹാദ് എന്നോ സ്മാർട്ട് ഫ്രണ്ട് എന്നോ ഇതൊന്നും ഉണ്ടാവൂലായിരുന്നല്ലോ. നിങ്ങൾ ഇങ്ങനെ നടന്നിട്ടല്ലേ വെറുതെ അങ്ങോട്ട് നടക്കൽ തന്നെ, കാലങ്ങൾ സമയങ്ങൾ തീരുന്നവരെ ഇങ്ങനെ നടക്കൽ തന്നെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന മൂസിറാ ഫലം യൻകിഹ് ഫലൈസ മിന്നാ. വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടായിട്ട് വിവാഹം കഴിക്കാത്തവൻ എന്റെ മില്ലത്തിൽപ്പെട്ടവനല്ലെന്ന് സയ്യിദുനാ വസനദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ സൂഫിസം ചമഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ കാണും. ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല, സുബഹി നമസ്കരിക്കാൻ കഴിയില്ല, ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, അള്ളാഹുവുമായി സാമീപ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, ഭാര്യയും മക്കളുമായുള്ള ബന്ധം കൂടുമ്പോൾ പടച്ചവനുമായുള്ള ബന്ധം എനിക്ക് കുറഞ്ഞു പോകും, അതുകൊണ്ട് നിക്കാഹ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചില വ്യാജസിദ്ധന്മാര് പറയുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ, നിങ്ങൾ കരുതിയിരിക്കണം, ഏറ്റവും വലിയ സൂഫിയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ചില ആളുകൾക്ക് ഇബാദത്തിനൊരു തടസ്സം ഈ പെണ്ണോ അല്ലെങ്കിൽ ഈ ചെറുക്കനോ കല്യാണമോ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതമോ എന്നൊക്കെ ചിലര് പറയാറുണ്ട്. തെറ്റാണത്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ലാ സറൂറത ബിൽ ഇസ്ലാം. ഇസ്ലാമിൽ സന്യാസ ജീവിതമില്ല, ബ്രഹ്മചര്യമില്ല. കല്യാണം കഴിക്കാതെ ഇങ്ങനെ താടി നീട്ടി വളർത്തി ശേഖി അമഞ്ഞ് നടക്കുന്ന സ്വഭാവം ഇസ്ലാമിൽ ഇല്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന യഅമുറുനാ ബിൽ ബാ വയൻഹാ അനിത് തവത്തുൽ നഹിയൻ ശദീദാ. ഞങ്ങളോട് കല്യാണത്തിന് പ്രചോദനം നൽകുകയും അവിവാഹിതനാകുന്നതിനെ തൊട്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്യാണം കഴിക്കും, കല്യാണം കഴിക്കാതിരിക്കല്ലേ എന്ന് റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഒരു ഉപദേശം നൽകുമായിരുന്നു. ഇക്കൂട്ടത്തിൽ സഅദ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിന് ഒരു വല്ലാത്ത ഒരു ആവലാതി. എന്താ, കല്യാണമൊക്കെ കഴിച്ചാൽ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആല അൻഹ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, മഹദി അവர்களെ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ്, ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് മഹദി അവர்களെ എന്താണ് അവിടുത്തെ അഭിപ്രായം? ഫമാ തറൈന ഫീ. ഞാൻ അവിവാഹിതനാകാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞാൽ നീ കല്യാണം കഴിക്കണ്ട, ഞാൻ ഇങ്ങനെ ഇബാദത്തൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാൻ പോവാണ്, അതുകൊണ്ട് അവിടുത്തെ അഭിപ്രായം എന്താ? ഫമാ തറൈന ഫീ. ഉടനെ കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അമാ സമിഅത അല്ലാഹ യഖൂൽ. അല്ലാഹു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ ഫലാ തതബത്തൽ. എല്ലാ പ്രവാചകന്മാരും, എത്ര പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നാം ഓരോ പ്രവാചകന്മാരെ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, വലഖദ് അർസൽനാ റുസുലാ, നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, വജഅൽനാ ലഹും, നാം അവർക്ക് ആക്കി കൊടുക്കുകയും ചെയ്തു, അസ്വാജൻ വദുർരിയ്യ, ഭാര്യമാരും സന്താനങ്ങളെയും നാം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ശേഷം പറഞ്ഞു, ഫലാ തതബത്തൽ, ആയതിനാൽ സഅദേ നീ അവിവാഹിതനാകരുത്, വിവാഹം കഴിക്കണം. മാത്രമല്ല, വിവാഹം കഴിക്കൽ ആരുടെ സുന്നത്ത്, ആരുടെ ഐച്ഛികം വിവാഹം കഴിക്കാന്നുള്ളത്? നിക്കാഹിന്റെ സദസ്സുകളിൽ നാം കേൾക്കാറുള്ള ഹദീസാണ്, അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗിബ ഫീ സുന്നതി ഫഹുവ മിന്നി ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി.
നിക്കാഹ് എന്റെ സുന്നത്താണ്, എന്റെ ഐച്ഛികമാണ്. ഫമൻ റഗിബ ഫീ സുന്നതി ഫഹുവ മിന്നി. ആരൊരാൾ എന്റെ ഈ മഹത്തായ സുന്നത്തിനെ പിൻപറ്റുന്നുവോ അവൻ എന്റെ മില്ലത്തിൽ പെട്ടവനാണ്, എന്റെ സമുദായത്തിൽ പെട്ടവനാണ്. ഫമൻ റഗിബ അൻ സുന്നതി. ആരൊരാൾ എന്റെ ഈ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ, അതായത് നിക്കാഹ് കഴിക്കാതെ വിവാഹം കഴിക്കാതെ നടക്കുന്നുവോ, ഫലൈസ മിന്നി. അവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല. ഇതാണ് നിക്കാഹിന്റെ സദസ്സിൽ നമ്മൾ കേൾക്കുന്ന ഹദീസ്. പക്ഷെ അർത്ഥം അറിയാൻ വയ്യ. അവിടെ നിക്കാഹ് കഴിക്കാത്ത, കല്യാണം കഴിക്കാത്ത ക്രോണിക് ബാച്ചിലർ ഇരുന്നോണ്ട് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. നിക്കാഹിന്റെ 5 പ്രായം കഴിഞ്ഞ ക്രോണിക് ബാച്ചിലർ എന്നിട്ട് ഈ ഹദീസ് കേൾക്കുന്നുണ്ടാകും. പക്ഷെ അവന് അർത്ഥം അറിയില്ലല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഈ ഹദീസിന്റെ സാരം. മാത്രമല്ല, പ്രവാചകന്മാരുടെ പാതകളെ പിൻപറ്റുന്ന സമുദായമേ, നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ സ്നേഹമുണ്ടോ? പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് 4 കാര്യങ്ങൾ. അർബഉം മിൻ സുനനിൽ മുർസലീൻ. 4 കാര്യം പ്രവാചകന്മാരുടെ ഐച്ഛികമാണ്, സുന്നത്തുകളാണ്. ഒന്നാമത്തത് അൽ ഹയാ, ലജ്ജ. പ്രവാചകന്മാരുടെ സുന്നത്ത്, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ലജ്ജ. ലജ്ജ ഇല്ലാത്തവൻ പ്രവാചകന്മാരുടെ പരമ്പരയിൽ പെട്ടവനുമല്ല, ഈമാൻ ഇല്ലാത്തവരുമാണ്. സഹോദരിമാരെ നിങ്ങൾക്കും, സഹോദരന്മാരെ നിങ്ങൾക്കും. സഹോദരിമാരുടെ ലജ്ജയുടെ അർത്ഥം പറയുമ്പോ എന്താ പറയാ? എങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അന്യ പുരുഷന്മാരുടെ ഇടയിൽ കൂടെ കയറിയെന്ന് തലയിൽ തട്ടവിട്ട് ഫുൾ കൈ വിട്ട് പട്ടുറുമാല് ആടാൻ വേണ്ടി മുസ്ലിം സമുദായത്തിലെ സഹോദരിമാര് തയ്യാറാകുമ്പോ മനസ്സിലാക്കിക്കോ, നിനക്ക് ലജ്ജയില്ല എന്നുള്ളത്. നിന്നെ ആര് കെട്ടിക്കൊണ്ട് പോകുന്നോ മനസ്സിലാക്കിക്കോ, അടുത്തവനുമായി അവൾക്ക് തീർച്ച ബന്ധമുണ്ടായിരിക്കും. ഇത്രയും പുരുഷന്മാരുടെ മുന്നിൽ ഇരുന്ന് പാടാനും കൊഞ്ചാനും കൈയടിക്കാനും ഒക്കെ തയ്യാറാകുമ്പോൾ അവൻ മനസ്സിലാക്കിക്കോ, അവൾക്ക് ലജ്ജയില്ലാത്തവളാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ഈമാനുള്ള ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം അന്യ ഒരു പുരുഷന്റെ മുഖത്തേക്കും തുറിച്ചു നോക്കാൻ കഴിയില്ല. അന്യ ഒരാളെ നോക്കാൻ കഴിയില്ല, അന്യരുമായി കൊഞ്ചാൻ കഴിയില്ല. അന്യ സമുദായവുമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് നൃത്തം ചവിട്ടാനോ പാട്ട് പാടാനോ ജീൻസും ഹാഫ് ഷർട്ടും ഇട്ടുകൊണ്ട് സമുദായത്തിന്റെ മുന്നിൽ അവരെ ത്രസിപ്പിക്കുന്ന തരത്തിൽ പാട്ട് പാടി ആലപിച്ചുകൊണ്ട് കയ്യടി നേടാൻ ഹയാ ഉള്ള ലജ്ജയുള്ള പെണ്ണിന് കഴിയില്ല. മനസ്സിലാക്കിക്കോ. അങ്ങനെ സംഭവിച്ചാൽ ഈമാനില്ലാത്തതിന്റെ കുറവാണ്. ഈമാനുള്ള ഒരു പെണ്ണും ഇങ്ങനെ ജനങ്ങളെ ത്രസിപ്പിക്കാൻ വേണ്ടി ആട്ടവും ചാട്ടത്തിനും നൃത്തത്തിനും വേണ്ടി പോവുകയില്ല. അതുകൊണ്ട് മനസ്സിലായിക്കോ, പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. പ്രവാചകന്മാരുടെ അനുയായികളാണെങ്കിൽ, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് മുസ്ലിം സമുദായമെങ്കിൽ മനസ്സിലാക്കിക്കോ, ഹയാ നിങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. ഹയാ നിർബന്ധമായ കാര്യമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരുന്നു. പ്രവാചകന്റെ വാക്ക് കേട്ടോളി. പരിശുദ്ധ ഖുർആനും ഹദീസും ജീവിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന സമുദായമേ, നാളെ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ പടച്ചവന്റെ പരിശുദ്ധമായ മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട് എങ്കിൽ, ബഹുമാനപ്പെട്ട പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്ന വാക്കാണ്, അന്യ സ്ത്രീകളുമായി അന്യ പുരുഷനുമായി ചെങ്ങാത്തം നമുക്ക് വേണ്ട. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അന്യ പെണ്ണുമായി ചേർന്ന് മുട്ടിയുരുമി യാത്ര ചെയ്യുകയോ സഞ്ചരിക്കുകയോ കൊഞ്ചുകയോ ഒക്കെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞ എന്താ? ലാ യുതഅന ഫീ റഅസി അഹദികും. നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കമ്പി കുത്തിയിറക്കിക്കോ. നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കമ്പി അവന്റെ തലയിൽ കുത്തിയിറക്കട്ടെ. അത് തന്നെയാണ് ശ്രേഷ്ഠം. ഖൈറുൽ ലഹു മിൻ യമസ്സ ഇംറാതൻ. മറ്റൊരു പെണ്ണിനെ അവൻ തൊടുന്നതിനേക്കാൾ ലാ യഹില്ലു ലഹു, അവൻ അനുവദിക്കപ്പെടാത്ത അവന്റെ ഭാര്യയോ അവന്റെ പെങ്ങളോ അവന്റെ മാതാവോ അല്ലാതെ അന്യ പെണ്ണിനെ ഒരുവൻ മുട്ടിയുരുമി യാത്ര ചെയ്യുകയും അന്യ പെണ്ണുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കോ, അതിനേക്കാൾ നല്ല കാര്യം അവന്റെ തലയിൽ ഒരു ഇരുമ്പ് വാര കുത്തിയിറക്കലാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു അത് ചെയ്യും. പല്ല കൂസിലുണ്ടോ? ബസ് യാത്ര ചെയ്ത് പോകുമ്പോ, പള്ളിക്കുടുത്തി പോകുമ്പോ, ബസ്സിന്റെ സീറ്റിലിരിക്കുമ്പോൾ, സാറ് അധ്യാപകൻ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോകുമ്പോൾ, 10 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 8:15 ക്ലാസ്സിനകത്ത് എല്ലാവരും ഹാജരാവും. എന്തിനായി ഹാജര് നേരത്തെ വരുന്നത്? എന്തിനാ വരുന്നത്? പിയൂണിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. പിയൂണിനെ ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് തുറന്നു തന്നോ, ഇല്ലെങ്കിൽ ജോലിയില്ലാന്ന്. നേരത്തെ വരികയാണ് ഇവിടെ. എന്നാൽ നേരത്തെ എഴുന്നേറ്റ് പോയി പഠിക്കുക, അതൊന്നുമല്ല. ഇവിടെ ലക്ഷ്യം വേറെ. അറിയാൻ നേരിട്ട് ഇവനി തന്നെ പല പിയൂണുകളും വന്ന് നമ്മുടെ അടുത്ത് പറയുന്ന വാക്കുകളാണ്.
ബഹുമാനമുള്ള സഹോദരൻ, എന്താ അള്ളാഹ് എവിടെയാ സ്വർഗം കൊടുത്തോ ഇവർക്ക്? ഊരിൽ നിങ്ങൾ എവിടെയാണ് കൊടുത്തു കഴിഞ്ഞു, ഇനി അവിടെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എവിടെയാണ് കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്പർശിക്കാൻ നിൽക്കണ്ട, അങ്ങനെ പോകാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ അതിനേക്കാൾ ശ്രേഷ്ഠം ഒരു കമ്പിപ്പാര തലയിൽ ഇടിച്ചിറക്കിക്കോ. വീണ്ടും റസൂലുള്ള പറയാണ്, ഇയ്യാക വൽ ഖൽവത ബിന്നിസാ, സ്ത്രീകളുമായി ഒറ്റയ്ക്കിരിക്കൽ നീ സൂക്ഷിച്ചോ, ഒറ്റയ്ക്കുള്ള ചങ്ങാത്തം നീ സൂക്ഷിച്ചോ. ലഅൻ യസ്ഹമ റജുലുൻ ബിംറാത്തിൻ ഖൈറുൻ ലഹു മിൻ അൻ യസ്ഹമ ഖിൻസീറൻ മുതലത്തിഖൻ ബിതീനിൻ ഔ ഹംഅത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു സ്ത്രീയുമായി അന്യ പെണ്ണുമായി ഒറ്റയ്ക്കിരിക്കുന്നത് സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ. ഇല്ലാ വദഖല ബൈനഹുമ ശൈത്താൻ, ഒരു പെണ്ണും ഒരാണും അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒറ്റയ്ക്കിരിക്കുമ്പോ ഇല്ലാ വദഖല ബൈനഹുമ ശൈത്താൻ, തീർച്ച അവർക്കിടയിലേക്ക് പിശാച് കടന്നു വരും. പിന്നെ പിശാച് കടന്നു വന്നാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അവിടെ തൊടണമെന്ന് തോന്നും, ഇവിടെ തൊടണമെന്ന് തോന്നും, ഉന്തണമെന്ന് തോന്നും, തള്ളണമെന്ന് തോന്നും, ഞോണ്ടണമെന്ന് തോന്നും, തോണ്ടണമെന്ന് തോന്നും, ഒക്കെ തോന്നിപ്പിക്കും. അത് മൂപ്പിലാന്റെ സ്വഭാവമാണ്. അത് പണ്ടേ അതിനുള്ള ഇജാസത്ത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ സംഭവിച്ചു പോകും, ഒറ്റയ്ക്ക് ഇരിക്കാതിരുന്നാൽ പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് നീ അനുസരിക്കാതെ എങ്ങാനും ഒരു പെണ്ണുമായി ഒറ്റയ്ക്കിരുന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദര, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സഹോദര, മാലിന്യ കൂമ്പാരത്തിൽ മാലിന്യ ജലത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയുണ്ടല്ലോ, പന്നി, ആ പന്നികളെ നീ കെട്ടിപ്പിടിക്കൽ, ആ പന്നിയുമായി ചങ്ങാത്തം സ്ഥാപിക്കലാണ് അവന് ഖൈറെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പന്നി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വെറുപ്പ്, ഛർദ്ദി വരും. പിന്നെ പന്നി അടുക്കലേക്ക് പോലോ, പിന്നെ പന്നിയെ തൊടലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, അന്യ ഒരു പെണ്ണുമായി ഒരുത്തൻ ചങ്ങാത്ത സ്ഥാപിച്ചാൽ മൻകിബുഹു അയ്യമസ്സ മൻകിബുഹു മൻകിബംറഅത്തിൻ, ഒരു പെണ്ണിന്റെ തോളും ഇവന്റെ തോളും കൂടെ ചേർത്ത് വെച്ച് അവൻ നടക്കുകയോ സഞ്ചരിക്കുകയോ ചങ്ങാത്തം പറയുകയോ ചെയ്താൽ ഖൈറുൽ ലഹു മിൻ അയ്യസ്ഹമ ഖിൻസീറൻ മുതലത്തിഖൻ ബിതീൻ, അഴുക്ക് ചാലിൽ കിടന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന പന്നിയുടെ കൂട്ടത്തിൽ പോയി അതിനെ കയറി ചേർന്ന് പിടിക്കലാണ് ഇവന് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ മനസ്സിലായല്ലോ, ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. ഇനി നാളെ എങ്കിലും ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചോളി. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അറിയാതെ നമ്മളൊക്കെ ചെയ്തു പോയെങ്കിൽ തൗബ ചെയ്തോ, അറിയാതെ ചെയ്തു പോയെങ്കിൽ തൗബ ചെയ്യുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഹയാ ഇല്ലാത്തവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹയാ അത്യന്താപേക്ഷിതമാണ്. ഹയാ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എങ്ങനെങ്കിലും ബൈ ചാൻസിൽ പിടിച്ചു, ആരെങ്കിലും കണ്ടു, അത്രയും പേരുടെ മുന്നിലിട്ട് ജനങ്ങൾ ഇവനെ അടിക്കുമ്പോ ഒന്ന് ആലോചിച്ച് ചോദിക്കണം, ലജ്ജ ഉണ്ടെങ്കിൽ ചെയ്യുമോ? അതുകൊണ്ട് ഹയാ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്, അവരുടെ സ്വഭാവമാണ്. അർബഉം മിൻ സുനനിൽ മുർസലീൻ, 4 കാര്യം പ്രവാചകന്മാരുടെ സ്വഭാവ വിശേഷണങ്ങളിൽ പെട്ടതാണ്. ഒന്ന് അൽ ഹയാ, മറ്റൊരു റിവായത്തിൽ അൽ ഹന്ന എന്ന് വരുന്നുണ്ട്, മൈലാഞ്ചി പുരട്ടുക. മൈലാഞ്ചി പുരട്ടല് അത് സുന്നത്താണ്. നരച്ച താടിയൊക്കെ മൈലാഞ്ചി പുരട്ട്. നിങ്ങൾ നരച്ച താടിയൊക്കെ ഡൈ ചെയ്യാതെ, നരച്ച താടി ഡൈ ചെയ്യാതെ മൈലാഞ്ചി പുരട്ട്, സുന്നത്താണ്. സഹോദരിമാരെ, ക്യൂടെക്സ് പുരട്ടാതെ നിങ്ങൾ മൈലാഞ്ചി പുരട്ട്, അത് സുന്നത്താണ്. അതും പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. രണ്ടാമത് സിവാക്ക്, പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. പല്ല് തേക്കി അത് ആര് പഠിപ്പിക്കണം? പക്ഷെ എന്റെ പ്രവാചകൻ ചെയ്തതാണ്, പ്രവാചകന്മാര് ചെയ്തതാണ് എന്ന ഒരു ഈമാനോടെ വിശ്വാസത്തോടെ നീ പല്ല് തേച്ചാൽ തീർച്ച നിനക്കതിന് കൂലിയാണ്. പ്രവാചകന്മാരുടെ ശഫാഅത്തിന് നീ അർഹനാണ്. അതുകൊണ്ട് ഒളു എടുക്കുമ്പോ ഒന്ന് പല്ല് വെച്ചോളി, ഒരു സുന്നത്തായ കാര്യമാണ്. ചിലർ കൈ കൊണ്ട് കൊട്ടിച്ചേക്കുക, അതിനേക്കാൾ നല്ലത് നിങ്ങൾ അതിനുള്ള അറാക്ക് അല്ലെങ്കിൽ അതുപോലുള്ള കമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചൊരു പല്ല് വെച്ചോ. ഒരു സുന്നത്ത് കളയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫർളാണ്, നമുക്കത് സുന്നത്താണ്. അതുകൊണ്ട് ആ സുന്നത്ത് ഹയാത്താക്കി, അത് പ്രവാചകന്മാരുടെ സുന്നത്താണ്. നമ്മൾ നേരം വെളുക്കുമ്പോൾ പല്ല് വയ്ക്കും. ചില പെണ്ണുങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം പല്ല് വയ്ക്കും. രാത്രി കിടക്കാൻ നേരത്തും പല്ല് വയ്ക്കും, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴും പല്ല് വയ്ക്കും, ചായ കുടിച്ചാലും ബിസ്ക്കറ്റ് തിന്നാലും ഒക്കെ പല്ല് വയ്ക്കും. പ്രവാചകന്റെ സുന്നത്താണെന്ന നീയത്തിൽ മോളെ നീ അങ്ങനെ ചെയ്യണേ, എങ്കിൽ സുന്നത്തിന്റെ കൂലി നിനക്ക് കിട്ടും. മൂന്നാമത് അത്തഅത്തുർ, തഅത്തുർ, അത്ര പൂശ. അത്രൊന്നും പൂശൂല,
അത്രയൊന്നും പൂശൂല. പാശ്ചാത്യന്മാര് ആൽക്കോഹോള് കയറ്റിവിട്ട സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാ ഇങ്ങനെ അടിച്ചിട്ട് പള്ളിയിൽ പോവുക. അത്ര പൂശുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, നബി തങ്ങൾ വീട്ടിന് വേണ്ടി എത്ര പൈസ ചെലവ് ചെയ്യുമോ അത്രയും പൈസ അത്ര വാങ്ങിക്കുന്നതിന് വേണ്ടി ചെലവ് ചെയ്യും. അതാണ് അത്ര നല്ല പൂഷണം. ചില അത്ര നല്ല പൂഷണം വില കുറഞ്ഞ ആൾക്കാർ വായിക്കും, 15 രൂപയ്ക്ക് കിട്ടും, മയ്യത്തിന് വേണ്ടി പുരട്ടുന്നതാ. ലാസ്റ്റ് ഘട്ടത്തിൽ വാപ്പാക്ക് കൊടുക്കുന്ന സമ്മാനം എന്താ? വാപ്പാടെ മയ്യത്ത് പൊതിയുമ്പോ അത്ര ഒരു കടയിൽ പോയി ഏറ്റവും കുറഞ്ഞ അത്ര ഏതാ? 15 രൂപയുടെ അതിലൊരു ഡസം ഇങ്ങട് എല്ലാം കൂടെ കൊണ്ട് പൊട്ടിച്ച് വാപ്പാടെ മണ്ടയിലോട്ട്. എന്തായാലും അവസാനം പോവല്ലോ. 15 രൂപയുടെ എങ്കിലും വാപ്പായ്ക്ക് ഒരു സഹായം ചെയ്തില്ലെങ്കിൽ പിന്നെന്താ? ബഹുമാനമുള്ളവരെ, അറബികൾ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ ഹജറുൽ അസ്വദ്, ആ ഖിൽഅ, അതിന്റെ മൂടുപടം അവിടെയൊക്കെ പുരട്ടാൻ വേണ്ടി, തേക്കാൻ വേണ്ടി 100 കണക്കിന് റിയാലുകൾ വിലയുള്ള കുറച്ച് ഒരു മില്ലിക്കൊക്കെ 100, 200, 500 റിയാലുകൾ വിലയുള്ള ഊദ്, ഏറ്റവും വില കൂടിയ അത്റാണ് വാങ്ങിക്കൊണ്ട് പുരട്ടുന്നത്. ലക്ഷക്കണക്കിന് പാവികൾ വന്ന് ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ എത്രയോ പേര് ചൂട് കൊണ്ട് സഹിക്കവയ്യാതെ ആ ചൂടത്ത് വിയർത്ത് ഒലിച്ച് ആ ഹജറുൽ അസ്വദ് മുത്തുമ്പോൾ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് വമിക്കും. ആ വിയർപ്പിന്റെ ദുർഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമുക്ക് ദുർഗന്ധം നമുക്ക് അസഹ്യമായി തോന്നും. പക്ഷേ ആ അസഹ്യതകളെയെല്ലാം തള്ളിക്കൊണ്ട് ഊദിന്റെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആ ഊദ് പുരട്ടിയ ഹജറുൽ അസ്വദിൽ പോയി മുത്തുമ്പോൾ ശേഷം നമ്മളൊന്ന് പോയി മുത്തിയാൽ എത്ര ദുർഗന്ധം വമിക്കുന്ന ഒരു വ്യക്തിയാണ് ഹജറുൽ അസ്വദ് മുത്തുന്നതെങ്കിൽ ശേഷം നമ്മളൊന്ന് മുത്തിയാൽ നല്ല മണവാണ്. അത്രയ്ക്കും വിലപിടിപ്പുള്ള കൂടിയ ഊദിന്റെ അത്തറുകളാണ് ഈ ഹജറുൽ അസ്വദിൽ, ഹജറുൽ അസ്വദിലും ഖിൽആയിലും അവിടുത്തെ പരിശുദ്ധമായ ആ സ്ഥലങ്ങളിലും ഭിത്തികളിലും എല്ലാം അറബികള് മുൽത്തസിമില് കഅബയുടെ വാതിലിലൊക്കെ അറബികൾ കൊണ്ട് വാരി വാരി തേക്കുന്നത്. അവരോട് പിശിക്കാറില്ല. നമ്മളാണെങ്കിൽ ഇവിടുന്ന് 10 രൂപയുടെ മജുമായി മേടിച്ചോണ്ട് പോകും. എനിക്കൊരു നെയ്യത്താണ് കഅബയുടെ മൂടുപടത്തിൽ ഇത് അത്ര വരട്ടണം എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും 100 രൂപ 100 എന്ന് പറഞ്ഞാൽ സ്വീകരിക്കോ? 100 രൂപയ്ക്ക് ഒരു അത്ര നമ്മൾ വാങ്ങിക്കോ? അത്ര പുരട്ടി പള്ളിയിൽ വാ. സുബഹിക്കൊക്കെ കിടന്ന കിടപ്പിൽ എഴുന്നേറ്റ് പല്ലും തേക്കാതെ പള്ളിയിൽ വരും. വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുമ്പോ ഇമാം ആമീൻ എന്ന് പറയുമ്പോ വായിന്ന് അല്ലാഹു, അങ്ങോട്ട് മലക്കക്ക് ആമീൻ പറയാൻ പറ്റൂല, ഇങ്ങോട്ട് മലക്കക്ക് ആമീൻ പറയാൻ പറ്റൂല. അതുകൊണ്ടാ പള്ളിയിൽ വരുമ്പോ പല്ല് വെച്ചിട്ട് വരണം എന്ന് പറയുന്നത്. ബീഡി വലിക്കൽ, എത്ര സഹോദരന്മാർ ബീഡി വലിക്കുന്ന സുഹൃത്തുക്കളെ. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുഫ്തിരിൻ വ മുസ്കിരിൻ, എല്ലാ ബലഹീന ഉണ്ടാക്കുന്നതും ശരീരത്തിന് ബലഹീനത ഉണ്ടാക്കുകയും അതേപോലെ ശരീരത്തെ നശിപ്പിക്കുകയും അതേപോലെ ലഹരി ഉണ്ടാക്കുന്നതുമായ സകലമാന വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുന്ന അടിസ്ഥാനത്തിൽ ബഹുമാനമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലും വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ടിടല്ലേ എന്ന് പറഞ്ഞ ഖുർആനിന്റെ അടിസ്ഥാനത്തിലും വഹയഉമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ നല്ലത് അല്ലാഹു അനുവദിച്ചു, മോശപ്പെട്ടത് അല്ലാഹു വിലക്കി എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലും മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും പറയുന്നു, ബീഡി വലിക്കൽ തെറ്റാണ്. ഈ ബീഡി വലിച്ചു പള്ളിയിൽ വരുന്ന സഹോദരൻ ആമീൻ എന്ന് പറഞ്ഞ് വായൊന്ന് തുറന്ന എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിച്ച സഹോദരങ്ങളെ പല്ല് നല്ല പോലെ തേച്ചിട്ട് വരണേ. ഭാര്യമാർ അടുക്കലിൽ പോയി കിടക്കുമ്പോൾ നിങ്ങൾ ഈ ബീഡിയും വലിച്ച് കട്ടൻ ബീഡിയും വലിച്ചിട്ട് എങ്ങനെ പോയി കിടന്നുറങ്ങും, സംസാരിക്കും? നാറ്റമടിക്കൂലേ? അതുകൊണ്ട് അള്ളാഹുടെ മുന്നിലാ വരുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ പല്ല് തേച്ച് അത്തറ് പൂശി നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരിൻ. പടച്ചവന്റെ മുന്നിലാണ്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്, മഹത്തായ ഹനഫി പണ്ഡിതൻ, ഹനഫി മദ്ഹബിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം വലിയ ഹോൾസെയിൽ തുണി വ്യാപാരിയായിരുന്നു. ഹോൾസെയിൽ തുണി വ്യാപാരി. കടയിലിരിക്കുമ്പോ ഒരുമാതിരി പന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ടിരിക്കും കടയില്. അപ്പൊ ആളൊക്കെ ചോദിച്ചു, അല്ല ഈ കസ്റ്റമർ ഒക്കെ വരേണ്ടതല്ല, നിങ്ങൾ എന്താ ഈ മോശം വസ്ത്രം? ഇത് പിശാച് ഇറങ്ങുന്ന സ്ഥലമാ, അതുകൊണ്ട് പിശാചിനെ തൃപ്തിപ്പെടുത്താൻ ഇത് മതി. പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുവരും. ഒരാൾ ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, കസ്റ്റമറിനെ കാണിക്കാൻ നിങ്ങൾ മോശമായ വസ്ത്രവും ആരും കാണാത്ത പള്ളിയിലേക്ക് നിങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രവും, എന്താ ഇത്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ആരും കാണില്ല എന്നാ വിചാരിച്ചത്. പള്ളി ആരുടെ പള്ളിയാണ് നമ്മൾ പോകുന്നത്? പള്ളി എന്താണ്? പള്ളിയിൽ ആരാ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ലേ?
രാജാതിരാജൻ, ലോകത്തിന്റെ ദിവരാശക്തി, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശഭൂമികളെ മുഴുവനും നിയന്ത്രിക്കുന്ന തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അല്ലദീ യറാക ഹീന തഖൂം. കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പ്രതിജ്ഞയർപ്പിച്ച് കൈകൾ കെട്ടി നിൽക്കുന്ന നിന്നെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവനാണ് അവൻ. നീ ഉടുത്തുകൊണ്ടുവരുന്ന കൂറക്കൈലി കാണുന്നവനാണ് അവൻ. നല്ല വസ്ത്രമാണോ ധരിച്ചു പള്ളിയിൽ വരുന്നത്? അതല്ല മോശമായ രാത്രി നീ ധരിച്ചുകൊണ്ട് കിടന്ന ആ പന്ന കൈലിയും ഉടുത്തുകൊണ്ടാണോ സുബഹിക്ക് വരുന്നത്? അത്ര പൂശിക്കൊണ്ടാണോ വരുന്നത്? പല്ല് തേച്ചുകൊണ്ടാണോ വരുന്നത്? ഇതെല്ലാം അല്ലാഹു സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ യജമാനന്റെ മുന്നിലേക്ക് പോകുമ്പോൾ കൂറത്തുണിയും ധരിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് സഹോദരങ്ങളെ വിലപിടിച്ച വസ്ത്രവുമായി ഞാൻ പള്ളിയിലേക്ക് വരുന്നത്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ കൈലി ഒന്നും ഉടുക്കാതെ ഒരു വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരണേ. ഒരു ഹദീസോടെ പറഞ്ഞെടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ കളവന്മാരൊക്കെ കൊടുത്തോണ്ടിരുമ്പോൾ ചിലപ്പോ ശരിയാ കഴുകി കൊടുക്കാൻ ആരുമില്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരെണ്ണം കഴുകി വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി മാത്രം മടക്കി വെച്ചേക്കും. മരുമോള് കഴുകി കൊടുക്കുവോ? പെമ്മക്കൾ, ഇന്നത്തെ പെമ്മക്കൾ കഴുകി കൊടുക്കുവോ? അതുകൊണ്ട് അവത്തുങ്ങൾക്ക് കഴുകാൻ വല്ലതും പറ്റുമോ? ആകെ ഡിസ്ക് മൊത്തം പോയി കിടക്കുകയാണ്. ഒന്ന് കുത്തിപ്പിഴിയാൻ വേണ്ടി കുനിഞ്ഞാൽ അതോടുകൂടി അവിടെ വളഞ്ഞു വീണാ പിന്നെ തീർന്ന്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കൈലി ഉടുത്തുകൊണ്ട് വരല് ഇനിയിപ്പോ അത് ഹറാമോ അതത്ര അങ്ങോട്ട് മോശക്കാരാണെന്നോ ആണോ അതിന്റെ അർത്ഥം? അല്ല. അള്ളാന്റെ കല്യാണ വീട്ടിൽ നിങ്ങൾ കയ്യിലെടുത്തോണ്ട് പോവോ? പോട്ടെ, കല്യാണ വീട്ടിൽ കയ്യിലെടുത്തോണ്ട് പോവോ? പോട്ടെ, മാർക്കറ്റിൽ കയ്യിലെടുത്തോണ്ട് പോവോ? സുഹൃത്തുക്കളെ, ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് പോവോ? അപ്പൊ അത്രയും വില പോലും ഇല്ലേ അള്ളാക്ക്? അള്ളാഹ് അത്രയും വില പോലും ഇല്ലേ? ഈ കൈലി എടുത്തുകൊണ്ട് കല്യാണത്തിന് പോവൂല, മരിച്ച വീട്ടിൽ പോവൂല, യാത്ര ചെയ്യൂല. പക്ഷെ അള്ളാന്റെ അടുക്കൽ വരുമ്പോ ഒരുമാതിരി കീറിയ ട്രൗസർ ഇട്ടുകൊണ്ട് വരണത്, ഇതെന്ത് വൃത്തികേട്! അപ്പൊ കല്യാണ വീട്ടിലുള്ള ജനങ്ങളുടെ വില പോലും അള്ളാഹ്ക്കില്ല എന്നർത്ഥം. നഊദു ബില്ലാഹ്, അള്ളാഹ് കാക്കട്ടെ. യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഓരോ നമസ്കാര വേളയിലും നിങ്ങളുടെ വസ്ത്രങ്ങളെ നിങ്ങൾ നന്നാക്കിൻ, ശുദ്ധിയാക്കിൻ, നല്ല വസ്ത്രം ധരിക്കിൻ. അതാണ് ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇൽബിസു സിയാബൽ ബീർ ഫഇന്നഹാ അത്ഹറു വഅത്യബു വകഫിനു ഫീഹാ മൗതാകും. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുവിൻ, വെള്ള വസ്ത്രം ധരിക്കുവിൻ. വെള്ള വസ്ത്രമാണ് ബർക്കത്തുള്ള വസ്ത്രം, അത് ശുദ്ധിയുള്ളതാണ്, വൃത്തിയുള്ളതാണ്. വകഫിനു ഫീഹാ മൗതാകും. നിങ്ങളുടെ ജനാസ, നിങ്ങളുടെ മയ്യത്ത് ആ വെള്ള തുണിയിൽ നിങ്ങൾ പൊതിയണേ. അത് നമ്മൾ കേൾക്കും, അത് ഉറപ്പാ ആ കാര്യം. ഇനി വാപ്പിച്ച ഏത് ചൈന സിൽക്കിന്റെ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നാലും വാപ്പ മരിച്ചു കഴിഞ്ഞാൽ കേവലം 21 രൂപ 50 പൈസ വിലയുള്ള കീറിയാൽ പൊടി പറക്കുന്ന ആ വെള്ള തുണിയിലായിരിക്കും വാപ്പാടെ മയ്യത്ത് പൊതിയുക. അവിടെ റസൂലുള്ളാന്റെ വാക്ക് കേൾക്കും. മരിക്കുമ്പോ, ജീവിച്ചിരിക്കുമ്പോ എന്താ കേൾക്കാത്തത്? ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാന്റെ വാക്ക് കേൾക്കണമെന്ന് നമ്മൾ പറയുന്നതാണ് ഇപ്പൊ ഈ കുഴപ്പം. ജീവിച്ചിരിക്കും റസൂലുള്ളാഹിയുടെ വാക്ക് നിങ്ങൾ കേൾക്കണം. എന്നാ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ പ്രശ്നമായി. മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ ഒന്നും. അതുകൊണ്ട് വെള്ള വസ്ത്രം ധരിക്കിൻ, ജീവിച്ചിരിക്കുമ്പോഴും ധരിക്കിൻ, മരിക്കുമ്പോഴും ധരിക്കിൻ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, സിവാക്ക്, മിസ്വാക്ക് ചെയ്യുക പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നബിമാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം നിക്കാഹ്, കല്യാണം കഴിക്കൽ.